ആലപ്പുഴ ചേർത്തലയിലും സമീപ പ്രദേശങ്ങളിലുമായി 2 പതിറ്റാണ്ടിനിടെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് 5 സ്ത്രീകൾ. കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവരോ ഒറ്റയ്ക്ക് താമസിക്കുന്നവരോ ആയ 40നും 55നും ഇടയിൽ പ്രായമുള്ളവർ. ആദ്യം കാണാതായത് ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭൻ. 2006 നടന്ന സംഭവത്തിൽ പോലീസിൽ പരാതി ലഭിക്കുന്നത് 2017. അതിനിടെ ഐഷയുടെയും സിന്ധുവിൻ്റെയും ഏലിയാമ്മയുടെയും ഒടുവിൽ ജയനമ്മയുടെയും തിരോധാനം. ഏറ്റുമാനൂരിൽ നിന്ന് 2024 ജയനമ്മയെ കാണാതായ കേസിൻ്റെ അന്വേഷണത്തിലാണ് ആലപ്പുഴ പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനെ കുറിച്ച് കേരളം ആദ്യമായി കേട്ടത്. കണ്ടാൽ സാധുവായ വാർദ്ധക്യത്തോടടുത്ത മനുഷ്യൻ. പിന്നീടാണ് അയാളൊരു സീരിയൽ കില്ലറാണെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത്. സ്ത്രീകളെ മാത്രം വകവരുത്തുന്ന സൈക്കോ കില്ലർ. പോലീസും ക്രൈംബ്രാഞ്ചും വർഷങ്ങളോളം അന്വേഷിച്ചിട്ടും യാതൊരു തുമ്പും കിട്ടാത്ത ബിന്ദു പത്മനാഭൻ വധക്കേസിൽ ഒടുവിൽ സത്യം പുറത്തുവരുന്നു. പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും അയൽ സംസ്ഥാനങ്ങളിൽ മറവ് ചെയ്ത മൃതദേഹം കണ്ടെത്തുന്നത് അന്വേഷണ സംഘത്തിന് എത്രത്തോളം വെല്ലുവിളിയാണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനും 19 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൻ്റെ ചുരുളഴിയുകയാണ്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തി. മൃതദേഹം പല കഷ്ണങ്ങളായി വിവിധയിടങ്ങളിൽ മറവ് ചെയ്തു. ജയനമ്മ തിരോധാന കേസിൻ്റെ ചോദ്യം ചെയ്യലിനിടെയാണ് ബിന്ദുവിനെ കൊന്നുവെന്ന് പ്രതി സമ്മതിച്ചത്. കൊലപാതകത്തിന് ശേഷം കേരളത്തിന് പുറത്ത് വിവിധയിടങ്ങളിലായി മൃതദേഹം മറവ് ചെയ്തെന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. പ്രതിയുമായി വേളാങ്കണ്ണിയിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്താനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. അതിനിടെ സെബാസ്റ്റ്യൻ്റെ കുറ്റസമ്മത മൊഴി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. ചേർത്തല തിരോധാന കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ്പിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ലഭ്യമായ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്ന കുറ്റസമ്മത മൊഴി ക്രൈംബ്രാഞ്ചിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് CI ഹേമന്ത് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ സെബാസ്റ്റ്യൻ തന്റെ അന്വേഷണത്തിൽ സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് തനിക്ക് ബോധ്യമായി എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനോടൊപ്പം ജയനമ്മ തിരോധാന കേസിന്റെ ഭാഗമായി അന്വേഷണ സംഘം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ഈ ബിന്ദു പത്മനാഭനെ താൻ കൊലപ്പെടുത്തി എന്നുള്ള കുറ്റസമ്മത മൊഴി കൂടി നൽകിയിട്ടുള്ളത്. വിശദമായ ഒരു കുറ്റസമ്മത മൊഴിയാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ആ കുറ്റസമ്മത മൊഴിയിൽ സംസ്ഥാനത്തിന് പുറത്ത് പല ഭാഗങ്ങൾ ബിന്ദുവുമായി സഞ്ചരിച്ചിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തിന് പുറത്ത് ബിന്ദുവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹ അവശിഷ്ടങ്ങൾ സംസ്ഥാനത്തിന്റെ പുറത്ത് പല ഭാഗങ്ങളിലായി ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളുമൊക്കെ ലഭ്യമാകുന്നുണ്ട്. അന്വേഷണ സംഘം സെബാസ്റ്റ്യനെയും കൊണ്ട് ചേർത്തല പള്ളിപ്പുറത്തു നിന്നും അടുത്ത ദിവസം തന്നെ വേളാങ്കണ്ണി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് തെളിവ് എടുപ്പിനായി പോകും. കാരണം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ടീം മുന്നോട്ട് പോകുന്നത്. ചേർത്തല തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട് പള്ളിപ്പുറത്തെ വീട്ടിൽ കിട്ടിയ മൃതദേഹ അവശിഷ്ടങ്ങളിലുമൊക്കെ അവർക്ക് കൃത്യമായ അറിവ് അതിനെ സംബന്ധിച്ച് ലഭ്യമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കർണാടകയിലെ ഉടുപ്പി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് തെളിവെടുപ്പിനായി സെബാസ്റ്റ്യനുമായി പോകും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകൾ ഐഷ തിരോധാന കേസിലടക്കം നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് ഇപ്പോൾ പോലീസ് നീങ്ങിയിട്ടുണ്ട്. ചേർത്തലയിലെ അന്വേഷണ സംഘമാണ് ഐഷ തിരോധാന കേസ് അന്വേഷിക്കുന്നത്. 6 ദിവസമാണ് കസ്റ്റഡിയിൽ ചോദിച്ചു വാങ്ങിയിട്ടുള്ളത്. ഈ 6 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തിന് പുറത്തടക്കം എത്തിച്ച് തെളിവെടുപ്പുകൾ പൂർത്തീകരിക്കാനാണ് അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത്. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ മുറിച്ച് മറവ് ചെയ്തു എന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന സൂചന. എങ്കിൽ പോലും അതീവ ബുദ്ധിശാലിയായ ക്രിമിനലാണ് സെബാസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ ആലപ്പുഴയിലെ അന്വേഷണ സംഘം അയാളെ കൊണ്ടുപോയി തന്നെ പരിശോധനകൾ നടത്തി കാര്യങ്ങൾ സ്ഥിരീകരിക്കാനാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ലാൻഡ് മാഫിയയുടെ ഇടപെടൽ അടക്കമുള്ള വിഷയങ്ങളിൽ
സമഗ്രമായ അന്വേഷണം ഉണ്ടാകും. സെബാസ്റ്റ്യന് നിയമവഴിയിൽ സെബാസ്റ്റ്യൻ ഈ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ചിലർ കൂടി ഈ കേസിനകത്ത് ഉൾപ്പെടും എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സഹായം സെബാസ്റ്റ്യന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കണ്ണൂരിൽ തന്നെ ഒരു സംഘം നേരത്തെ കണ്ണൂരിൽ സഹായവുമായി സെബാസ്റ്റ്യൻ 2017 അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ ഇവിടെ എത്തിയിരുന്നു എന്ന് ന്യൂസ് 18 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള സംഘമാണ് ഉടുപ്പിയിൽ ബിന്ദു പത്മനാഭൻ വളമായി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ഒളിവിൽ കഴിഞ്ഞ 2017 സെബാസ്റ്റ്യൻ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രദേശത്തടക്കം അന്വേഷണ സംഘം സെബാസ്റ്റ്യനുമായി എത്തും. അവിടെ നിന്നുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, ഒപ്പം തന്നെ ആയുധങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതടക്കമുള്ള കണ്ടെത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട തിരോധാന കേസുകൾ വ്യക്തമായ എവിഡൻസോട് കൂടി തന്നെ കോടതിക്ക് മുന്നിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘം പോകുന്നത്. കോട്ടയം കേന്ദ്രീകരിച്ച് ജനമ തിരോധാന കേസിലാണ് അന്വേഷണം ആരംഭിച്ചതെങ്കിലും കോട്ടയത്തെയും ആലപ്പുഴയിലെയും ഇപ്പോൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത കൂത്താട്ടുകുളത്തെയും അടക്കമുള്ള കേസുകളിലെ അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് കേന്ദ്രീകരിച്ചാണ് അവർ അന്വേഷണവുമായി പോകുന്നത്. എല്ലാ ദിവസവും ഉന്നത ഉദ്യോഗസ്ഥരുടെ റിവ്യൂകൾ നടക്കുന്നുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ കേസ് വലിയൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൊല്ലം ഇരുവിപുരത്ത് ആളുകൾ നോക്കി നിൽക്കെ യുവാവിനെ പട്ടിയെപ്പോലെ പരസ്യമായി തല്ലുന്ന കാഴ്ച. പിടിച്ചു മാറ്റാൻ പോലും തയ്യാറാകാതെ കാഴ്ചക്കാരായി ജനങ്ങൾ. പിന്നീട് യുവാവിനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദനം. വിവരമറിഞ്ഞ ഉടൻ ഇരുവിപുരം പോലീസ് ഇവരെ വാഹനത്തിൽ പിന്തുടർന്നതോടെ പ്രതികൾക്ക് പിടിവീണു. തൃശൂർ സ്വദേശി ആരോമലിനെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ തട്ടിക്കൊണ്ടുപോകലിൻ്റെ കാരണം ദുരൂഹമാണ്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിനും പിന്നീട് നടന്ന തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നാണ് വിവരം. സൂര്യനാട് സ്വദേശികളായ 4 യുവാക്കളെയാണ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഘത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. അതേസമയം വിവാഹ ഫോട്ടോഗ്രാഫിക്ക് പണം ചോദിച്ചതിന് ആലപ്പുഴയിലെ സ്റ്റുഡിയോ ഉടമയെ മർദ്ദിച്ചതും ഇപ്പോൾ ആരോപണ വിധേയനായ ഗ്രേഡ് SI ജോർജ് എന്നാണ് വിവരം. ലൈസൻസ് കാണിക്കാൻ ബുദ്ധിമുട്ട്. ലൈസൻസ് തന്ന വണ്ടി പോകാൻ പറ്റില്ല. KSRTC ഒറിജിനൽ ലൈസൻസ് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അത് കാണിച്ചാൽ മതിയല്ലോ സാറിന്. ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. നീ നിന്റെ ലൈസൻസ് ഇതാ കാണിക്ക്. നീ കാണിക്ക്, ഞാൻ ഫോട്ടോ എടുക്കട്ടെ. എന്നിട്ട് ഞാൻ ബാക്കി കാര്യം അത് ഞാൻ തരാം. ആ വണ്ടി നമ്പർ എനിക്ക് ഫോട്ടോ എടുക്കാം, അതിന്റെ ഫോട്ടോ എടുക്കാം. കഴിഞ്ഞ ദിവസം രാവിലെ 11:30 വൈക്കത്തിന് സമീപം തലയാഴത്ത് KSRTC ബസ് പോലീസ് ജീപ്പിന്റെ കണ്ണാടിയിൽ ഉരസിയത്. തുടർന്ന് KSRTC ഡ്രൈവർ ബസ് നിർത്താതെ വന്നതോടെ പോലീസ് എത്തി തടഞ്ഞു നിർത്തി മർദ്ദിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ പരിക്കേറ്റ ഡ്രൈവർ KP വേലായുധൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ പോലീസ് ജീപ്പിൽ ഉരസിയതിന് മാത്രം കേസെടുത്തു. ഇതോടെയാണ് സംഭവത്തെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം പ്രത്യേക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഡ്രൈവർക്ക് മർദ്ദനമേറ്റു എന്ന് തന്നെ റിപ്പോർട്ടിലുള്ളതായാണ് വിവരം. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ ഗ്രേഡ് SI ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ഉണ്ടായേക്കും. ഈ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ സാറ് ഊതാനുള്ള മിഷൻ തന്നെ ഞാൻ ഊതിയവരാണ്. അവർ മിഷൻ കൊണ്ട് ഊതിയപ്പോൾ പറഞ്ഞു അവരോട് പോയി എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും അയാൾ അടി കഴിഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഞാൻ അടിക്കുന്നുള്ള പ്രതീക്ഷയില്ലല്ലോ. പെട്ടെന്ന് ഇയാളെ ഒറ്റ അടിയാണ് ഇതെന്തിരിക്കും. ഞാനൊക്കെ അതായിട്ട് അപ്പം സാറിനെ എന്നെ അടിക്കണമല്ലോ, ഞാൻ അതല്ല എന്നെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അടിക്കാൻ നിൽക്കുക. 2-3 അടി അടിച്ചിട്ട് ഞാൻ പിന്നെ സാറിനെ അടിച്ചത് എന്തിനാ ചോദിച്ചപ്പോൾ മുമ്പ് പറയും എന്നെ അടിക്കല, എന്നെ ഞാൻ മെഡിക്കലാക്കും തന്നെയാണ്. കാരണം വണ്ടി എടുക്കാൻ എന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞോളൂ. ഇതേ SI തന്നെ നേരത്തെയും അതിക്രമം നടത്തിയതായി പരാതി ഉയർന്നിരുന്നു. ന്യൂസ് 18 നേരത്തെ പുറത്തുവിട്ട സ്റ്റുഡിയോ ഉടമയെ മർദ്ദിച്ച സംഭവത്തിലും ആരോപണ വിധേയനായി നിൽക്കുന്നത് ഇതേ SI തന്നെയാണ്. വൈക്കം സ്റ്റേഷനിലെ പോലീസുകാരന്റെ വിവാഹം ചിത്രീകരിച്ചതിന്റെ പണം ചോദിച്ചതിനാണ് അന്ന് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. ഇരു സംഭവങ്ങളിലും പരാതിക്കാർ DYSP ഉൾപ്പെടെയുള്ളവരെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല എന്നാണ് ഉയർന്ന ആക്ഷേപം. ന്യൂസ് 18 കോട്ടയം.
നമ്മളൊക്കെ സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും പിറന്നാളിന് പല രീതിയിലുള്ള സർപ്രൈസും സമ്മാനങ്ങളും കൊടുക്കാറില്ല. അതെപ്പോഴും വെറൈറ്റി ആകണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. എന്നാൽ കണ്ണൂരിൽ യുവതിയുടെ പിറന്നാളിന് സുഹൃത്തുക്കൾ നൽകിയ സർപ്രൈസ് ഇപ്പോൾ പൊല്ലാപ്പായിരിക്കുകയാണ്. കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറി പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചവർക്കെതിരെ കേസെടുത്തു. പിറന്നാൾ ആഘോഷത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തത്. പോലീസ് സേനയുടെ അന്തസ്സിന് കളങ്കം വരുത്തിയ നടപടിയെന്ന് എഫ്ഐആറിലുണ്ട്. യുവതി കേസിൽപ്പെട്ടെന്ന് പറഞ്ഞാണ് സുഹൃത്തുക്കൾ കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയത്. ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന വ്യാജേനെ ഫോണിൽ യുവതിയെ വിളിച്ചു വരുത്തിയത് പിറന്നാൾ ദിനത്തിൽ സർപ്രൈസ് നൽകാനാണ്. യുവതിയുടെ വാഹനമിടിച്ച് ഒരാൾക്ക് മരണം സംഭവിച്ചുവെന്നും അത് സെറ്റിൽമെന്റ് ചെയ്യാനായി സ്റ്റേഷനിലെത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഫോൺ വിളി. സുഹൃത്തുക്കൾ ടൗൺ പോലീസ് സ്റ്റേഷന്റെ മുൻവശം വഴി വാഹനത്തിലെത്തുന്നതും പിറന്നാൾ ആഘോഷിക്കുന്നതുമായ കാര്യങ്ങൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുണ്ട്. തുടർന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് കയറി അവിടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചാണ് അകത്തേക്ക് കയറിയത്. പോലീസ് ക്യാന്റീൻ മുൻവശത്തായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം. അവിടെ നിർത്തിയിട്ട പോലീസ് വാഹനത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോയെടുത്തും ആഘോഷം നടത്തി. തുടർന്ന് സംഘത്തിലെ 2 പേർ പോലീസ് വാഹനത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന ശേഷം അതുവഴി മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം നടന്നു വരികയായിരുന്ന യുവതിക്ക് പിറന്നാൾ ദിന സർപ്രൈസ് നൽകി. തുടർന്ന് അവിടെ നിന്ന് തന്നെ കേക്ക് മുറിച്ചും ആഘോഷം നടത്തിയ ശേഷമാണ് സംഘം മടങ്ങിയത്. ഇതിനിടയിൽ യുവതിയെ വിളിച്ചു വരുത്തിയ കാര്യം പരസ്പരം സംസാരിച്ച് ആഹ്ലാദം പങ്കിടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്നാലെയാണ് പോലീസിന്റെ നടപടി. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് ടൗൺ പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 കണ്ണൂർ. കിടപ്പ് രോഗിയായ വയോധികയെ പോലും കാമക്കണ്ണുകളോടെ നോക്കുന്നവർ എത്രയോ നികൃഷ്ട ജീവികളാണ്. കൊല്ലം പുനലൂരിൽ അപകടത്തിൽ പരുക്കുപറ്റി കിടപ്പ് രോഗിയായ 65-കാരിയെ പീഡിപ്പിച്ച സംഭവത്തെക്കുറിച്ച് കേട്ടാൽ ഭയം തോന്നും. കഴിഞ്ഞ ദിവസമാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടമ്മയെ വീടിൻ്റെ വാതിലിൻ്റെ പൂട്ട് തകർത്ത് അകത്ത് കയറി ലൈംഗികമായി ചൂഷണം ചെയ്തത്. എതിർക്കാൻ ശ്രമിച്ചപ്പോൾ കത്രിക കൊണ്ട് മുഖത്ത് വരഞ്ഞും നിലവിളിച്ചപ്പോൾ മുഖത്ത് മുളകുപൊടി വിതറിയും ക്രൂരത. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏനാദിമംഗലം സ്വദേശി തുളസീധരനാണ് പിടിയിലായത്. വാഹനാപകടത്തിൽ പരിക്ക് പറ്റി കിടപ്പിലായ 65-കാരിയോടാണ് ക്രൂരത കാട്ടിയത്. ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടിന്റെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. എതിർക്കാൻ ശ്രമിച്ചപ്പോൾ കത്രിക കൊണ്ട് മുഖത്ത് വരഞ്ഞ് ഭീഷണിപ്പെടുത്തി. നിലവിളിച്ചപ്പോൾ മുഖത്ത് മുളകുപൊടി വിതറിയ ശേഷമാണ് പ്രതി കടന്നു കളഞ്ഞത്. സംഭവം അറിഞ്ഞ് അന്വേഷണം നടത്തിയ പുനലൂർ പോലീസ് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഏനാദിനമംഗലം ഈട്ടിവിള വീട്ടിൽ 52 വയസ്സുള്ള തുളസീധരനാണ് അറസ്റ്റിലായത്. കൃത്യത്തിന് ശേഷം സ്ഥലത്തു നിന്നും കടന്നുകളഞ്ഞ ഇയാളെ പുനലൂർ SHO രാജേഷ് കുമാർ ടിയുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. SI അനീഷ്, ASI അനിൽ, SCPOമാരായ മനീഷ്, രാജേഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 പുനലൂർ. കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാരുടെ നന്മയും സ്നേഹവും പണ്ട് മുതലേ പേര് കേട്ടതാണ്. അമിത ചാർജ് ഈടാക്കാതെ യാത്രക്കാരുടെ മാന്യമായും കരുതലോടെയും പെരുമാറുന്നവർ ആ നാടിന് തന്നെ ഒരു കാലത്ത് അഭിമാനമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാർക്ക് തന്നെ അപമാനകരമായൊരു സംഭവമുണ്ടായി. കോഴിക്കോട് നടക്കാവിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. 2 വർഷമായി കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടുന്ന പരിചയം മുതലെടുത്ത് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ശരീരത്തിൽ കയറി പിടിക്കുകയുമായിരുന്നു. പെൺകുട്ടിയുടെ പരാതിയിൽ കൊമ്മേരി സ്വദേശി ഹരിദാസനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഗരത്തിലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ 2 വർഷമായി ഓട്ടോറിക്ഷയിൽ സ്കൂളിൽ കൊണ്ടുവിടുന്നത് ഹരിദാസനായിരുന്നു.
ഈ പരിചയം മുതലെടുത്ത് കുട്ടിയോട് ലൈംഗിക ചുവയോട് സംസാരിക്കുകയും ശരീരത്തെ കയറിപ്പിടിച്ച് ലൈംഗിക അതിക്രമം നടത്തുകയുമായിരുന്നുവെന്നാണ് കേസ്. 15-കാരിയായ വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടിയത്. പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് ഹരിദാസനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നടക്കാവ് ഇൻസ്പെക്ടർ പ്രജീഷിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർമാരായ ലീല, ജാക്സൺ ജോയ്, സീനിയർ CPO രാഹുൽ, CPO സുബൈർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കോഴിക്കോട്. റബ്ബർ തോട്ടത്തിൽ തിങ്ങിക്കൂടി നിൽക്കുന്ന മരങ്ങൾക്കും കരിയിലകൾക്കും മാത്രം അറിയാവുന്ന സത്യം. 150 മീറ്ററോളം ഉയരമുള്ള ചെങ്കുത്തായ മലയുടെ മുകളിൽ നിന്ന് ഉച്ചത്തിൽ നിലവിളിച്ചാൽ പോലും പുറംലോകം അറിയില്ല. കൊല്ലം പുനലൂർ മുക്കടവിലെ റബ്ബർ തോട്ടത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം ചങ്ങലയിൽ ബന്ധിച്ച കേസ് പോലീസിനെ കുഴപ്പിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മരിച്ചതാരാണെന്നോ കൊലയാളികളാരെന്നോ വ്യക്തമല്ല. കൊലപ്പെടുത്തിയതിനു ശേഷം ചങ്ങലയിൽ കെട്ടിയിട്ടതുമെല്ലാം ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. DYSP ജിജുവിൻ്റെ നേതൃത്വത്തിലുള്ള 15-അംഗ പ്രത്യേക സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുക്കടവ് പാലത്തിനു സമീപമുള്ള ചെങ്കുത്തായ മലയുടെ മുകളിലാണ് 2 ദിവസം മുൻപ് കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച് റബ്ബർ മരത്തിൽ ചുറ്റി താഴിട്ട് പൂട്ടിയ നിലയിൽ മൃതദേഹം കണ്ടത്. കാന്താരിമുളക് ശേഖരിക്കുന്നതിനായി മലയുടെ മുകളിൽ കയറി ചെന്ന തമിഴ്നാട് സ്വദേശിയാണ് ആദ്യം മൃതദേഹം കാണുന്നത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് 40-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള അംഗപരിമിതനായ പുരുഷന്റെ മൃതദേഹമാണെന്ന് മനസ്സിലാക്കിയത്. നെഞ്ചിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. മുഖം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ശരീരത്തിൽ വസ്ത്രങ്ങളില്ലായിരുന്നു. മരിച്ച ആളെക്കുറിച്ച് യാതൊരുവിധ സൂചനയും പോലീസിന് ലഭിക്കാത്തത് അന്വേഷണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. DYSPയുടെ ചുമതല വഹിക്കുന്ന ജിജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ 15 പേരാണുള്ളത്. പുനലൂർ CI രാജേഷ്, SI അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 2 സംഘങ്ങളായി തിരിഞ്ഞ് വ്യാപകമായ അന്വേഷണം നടത്തിവരികയാണ്. 150 മീറ്ററോളം ഉയരമുള്ള ചെങ്കുത്തായ മലയുടെ മുകളിൽ കാലിന് സ്വാധീനമില്ലാത്ത ആൾ എങ്ങനെ എത്തിയെന്നത് പോലീസിനെ കുഴയ്ക്കുന്നു. മൃതദേഹം കാണപ്പെട്ട സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഒരു ബാഗ് കണ്ടെത്തിയിരുന്നു. അതിൽ കുറെ ചില്ലറ പൈസയും ഒരു മിഠായിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. സമീപത്തു നിന്നും ഒഴിഞ്ഞ ഒരു കന്നാസും കുപ്പിയും കത്രികയും കണ്ടെത്തിയിട്ടുണ്ട്. വലിയ കനമുള്ള ചങ്ങലയാണ് മൃതദേഹം പൂട്ടാൻ ഉപയോഗിച്ചിരുന്നത്. എവിടെ നിന്നെങ്കിലും ചങ്ങല നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം പോലീസ് അന്വേഷിച്ചു വരുന്നു. കന്നാസ് വാങ്ങാൻ സാധ്യതയുള്ള കടകളിലും പരിശോധന നടത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ അടക്കം മിസ്സിംഗ് കേസുകളും പരിശോധിച്ചു വരികയാണ്. സാധാരണഗതിയിൽ ആരും കടന്നു ചെല്ലാൻ സാധ്യതയില്ലാത്ത, നിലവിളി ശബ്ദം പോലും വെളിയിലേക്ക് കേൾക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് മൃതദേഹം കുഴിച്ചുമൂടാതെ ചങ്ങലയിൽ ബന്ധിച്ചുപേക്ഷിച്ചത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത്. കൊടും പകയെ തുടർന്നുള്ള കൊലപാതകം, നരബലി, തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിക്കൽ തുടങ്ങി വിവിധ സാധ്യതകൾ പോലീസ് സംശയിക്കുന്നുണ്ട്. പുനലൂർ. ഈ രാജ്യത്ത് നിയമം നടപ്പാക്കാൻ പോലീസും കോടതിയും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ നിയമ സംവിധാനങ്ങൾക്കെല്ലാം മുകളിലാണ് പാർട്ടി കോടതി എന്നാണ് ചില സഖാക്കളുടെ ചിന്ത. നാട്ടിൽ ആരെങ്കിലും തമ്മിൽ തർക്കമുണ്ടായാൽ CPM ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒക്കെ വിചാരണ നടത്താനും വിധി നടപ്പാക്കാനും എത്തും. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ എത്തിയ CPM നേതാക്കൾ കാട്ടിക്കൂട്ടിയ പരാക്രമം നാട്ടുകാർ അറിയണം. ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറിയ നേതാക്കൾ ഓഫീസ് അടിച്ചു തകർത്തു. സംഭവത്തിൽ CPM ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു, അഡ്വക്കേറ്റ് അനന്തു സുരക്ഷ് എന്നിവരുൾപ്പെടെ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ ഗുണ്ടകളെ ഇറക്കിയതും സ്ഥലം കയ്യേറിയതും കമ്പനി ഉടമകളെന്നാണ് CPM ആരോപണം. ഞായറാഴ്ചയാണ് വഞ്ചിയൂർ പേട്ട റോഡിലെ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിൽ സംഘർഷമുണ്ടായത്. ഗുണ്ടകളുടെ സഹായത്തോടെ ഓഫീസ് കയ്യേറി നശിപ്പിച്ചുവെന്നാണ് ഉടമസ്ഥരായ സൗത്ത് പാർക്ക് ഗ്രൂപ്പിന്റെ പരാതി.
ഓഫീസിലെ കമ്പ്യൂട്ടറുകളും സാധന സാമഗ്രികളും അടിച്ചു തകർത്തു. ഇതേ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ഓഫീസ് CPM പ്രവർത്തകർ ആക്രമിച്ചതായും പരാതിയുണ്ട്. ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തി എന്തുകൊണ്ട് ഈ തൽപര കക്ഷികൾക്ക് ഞങ്ങളുടെ അടുത്ത് എന്താണ് വിരോധം, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് അവർക്ക് തെറ്റ് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമല്ല. FIR ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഇന്റിമേഷൻ വന്നു. അതിൽ ജാമ്യമില്ല വകുപ്പാണ് അവർ ഈ LCയുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത്. സൗത്ത് പാർക്ക് ഗ്രൂപ്പ് തമിഴ്നാട് സ്വദേശിയിൽ നിന്ന് പാട്ടത്തിനെടുത്ത സ്ഥലത്തായിരുന്നു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പ്രവർത്തിച്ചിരുന്നത്. ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇവിടെ എത്തിയതെന്നും അനധികൃതമായി സ്പിരിറ്റും കോടയും സൂക്ഷിച്ചിരുന്നതായും CPM പറയുന്നു. സ്പിരിറ്റ് അങ്ങനെയുള്ള തുടങ്ങിയുള്ള സാധനങ്ങൾ, കോട, ഈ ചാരായം പാറ്റാനുള്ള കോട തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതായി കാണുകയും അങ്ങനെ ഇവിടെ കുറച്ച് ആൾ കൂടുകയൊക്കെ ചെയ്ത അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും വന്ന് നോക്കിയതൊക്കെ. അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പുള്ളിക്ക് അറിയില്ല. കെട്ടിടത്തിന്റെയും സ്ഥലത്തിന്റെയും ഉടമസ്ഥയെ ചൊല്ലി തർക്കമുണ്ടായിരുന്നതായും സൂചനയുണ്ട്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രാദേശിക നേതാക്കൾ സ്ഥലത്തെത്തിയത്. യഥാർത്ഥ ഉടമയെ ഗുണ്ടകൾ ഉപയോഗിച്ച് തടഞ്ഞു. അത് ചോദ്യം ചെയ്തതിന് സൗത്ത് പാർക്ക് മാനേജ്മെന്റ് വ്യാജ പരാതി നൽകുകയായിരുന്നെന്നും CPM ആരോപിക്കുന്നു. കോടതി നിർദ്ദേശപ്രകാരം പോലീസിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ വിവാദ ഭൂമിയും കെട്ടിടവും. ന്യൂസ് 18 തിരുവനന്തപുരം. ഒന്ന് തല്ലി നോവിക്കാതെ പൊന്നുപോലെയാണ് ഇക്കാലത്ത് മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു മുറിവ് പറ്റിയാൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? തിരുവനന്തപുരത്ത് 2.25 വയസ്സുള്ള കുഞ്ഞിൻ്റെ മുഖത്ത് ആടിക്കൊണ്ട പാട അമ്മ കണ്ടത് കുട്ടിയെ കുളിപ്പിക്കുമ്പോഴാണ്. കാര്യം തിരിക്കുമ്പോഴാണ് അംഗനവാടി ടീച്ചർ തല്ലിയതാണെന്ന് മനസ്സിലായത്. കുട്ടിയെ അധ്യാപിക മുഖത്തടിച്ചതായാണ് പരാതി. മുഖത്ത് ക്ഷതമേറ്റതിനെ തുടർന്ന് കുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിന് പിന്നാലെ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മൊട്ടമൂട് സ്വദേശികളായ പ്രവീൺ നാൻസി ദമ്പതികളുടെ കുഞ്ഞായ ഇന പ്രവീണിനാണ് അധ്യാപികയുടെ മർദ്ദനമേറ്റത്. മൊട്ടമൂട് പറമ്പിക്കോണം അങ്കണവാടിയിലെ അധ്യാപികയാണ് കുട്ടിയെ അടിച്ചതെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. വീട്ടിൽ വന്ന് ഞാനും ഭാര്യ ഇല്ലായിരുന്നു, ജോലിക്ക് വരുന്നത്. അപ്പം ചേട്ടന്റെ വൈഫാണ് നോക്കുന്നത്. പറ്റിയൊക്കെ ഇങ്ങനെ നോക്കിയമാണ് ഈ ഒരു പാട് കണ്ടത്. അപ്പം പാട് കണ്ട് നേരെ ടീച്ചറിനെ വിളിച്ചു. അപ്പൊ ടീച്ചർ ഫോൺ എടുത്തില്ല. നേരെ ആശാ വർക്കറിന്റെ വീട്ടിൽ പോയി. അപ്പൊ ആശാ വർക്കർ ഫോൺ വിളിച്ചപ്പോൾ ടീച്ചർ എടുത്തു. കാര്യം ചോദിച്ചപ്പോഴും അവരിതൊന്നും അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പറയുന്നുണ്ട് എന്റെ കുഞ്ഞും ഈ ബാക്കിയുള്ള ചേട്ടന്റെ 2 കുഞ്ഞുങ്ങളാണ്. അപ്പൊ 3 പേരും ഒരേ സ്വരത്തിൽ പറയുന്നു ടീച്ചർ അടിച്ചത്. തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ പരിശോധനയ്ക്കായി കുട്ടിയെ SIT ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം ആരോപണം നേരിടുന്ന അധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ശിശുക്ഷേമ സമിതിയും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കുട്ടിക്കാലത്ത് കൂട്ടുകാർ തമ്മിൽ ചെറിയ വഴക്കും അടിപിടിയും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവിക അല്ലേ? കുറച്ചു കഴിഞ്ഞ് അവർ വീണ്ടും കൂട്ടുകൂടാം. എന്നാൽ ആ വഴക്കിൽ മാതാപിതാക്കൾ ഇടപെട്ടാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. മലപ്പുറം തിരൂരിൽ കുട്ടികൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ 13കാരനെ കൂട്ടുകാരന്റെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചു. കാടാമ്പുഴ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരന്റെ മുഖത്തടിക്കുകയും നാഭിക്ക് ചവിട്ടുകയും ചെയ്തെന്നാണ് പരാതി. കാലിനും തോളലിനും ഉൾപ്പെടെ പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂട്ടുകാരന്റെ പിതാവ് സക്കീറിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കാര്യമായ നടപടി എടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. മോന് ഞാൻ സ്കൂൾ വിട്ടിരുന്നു 23-ാം തീയതി വൈകുന്നേരം. സ്കൂൾ ബസ് വന്നിട്ടില്ല. അപ്പോൾ കുട്ടികൾ നടന്നു പോകുന്നിട്ടുണ്ട്. അപ്പോൾ നടന്നു പോകുന്ന വഴിയിൽ കുട്ടീൻ്റെ ഒരു സ്നേഹിതൻ്റെ ഉപ്പ വന്നിട്ട് ഭയങ്കരമായിട്ട് കുട്ടീനെ ആക്രമിച്ചിരുന്നു. ഭയങ്കര അടി പറഞ്ഞാൽ അടിച്ചിട്ട് കുട്ടീനെ ആകെ നിരത്തിട്ട് വലിച്ചിട്ട് നാവിക്ക് ചവിട്ടിയിരിക്കണേ. ചൊവ്വാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ടു വരുന്ന വഴിയാണ് സംഭവം. 13കാരനും സുഹൃത്തും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായിരുന്നു. സുഹൃത്ത് ഇക്കാര്യം തന്റെ പിതാവ് സക്കീറിനോട് പറഞ്ഞു. തുടർന്ന് സക്കീർ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പിതാവ് മുഹമ്മദ് അലി ആരോപിച്ചു. മുഖത്തടിക്കുകയും കൈ ചുരുട്ടി കുത്തുകയും ചെയ്തു. കാൽ വലിച്ച് നിലത്ത് വീഴ്ത്തി നാഭിക്ക് ചവിട്ടിയതായും പരാതിയിൽ പറയുന്നു. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ശിവം ക്രൂരമായിട്ട് എന്ത് അക്രമം കാണിക്കണ പിന്നെ CCTV നോക്കിയവർക്കൊക്കെ പോലീസിനും എല്ലാവർക്കും നമ്മൾ കൊടുത്തിരുന്നു.
അങ്ങനെ കുട്ടി ഇന്നലെ രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോകുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി കുട്ടി ഇതേമാതിരി തന്നെ ബോധമില്ലാതായി. കുട്ടി ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് രാത്രി നിന്ന് നടക്കാവ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇന്നലെ രാത്രി 12 മണിക്കാണ് ഇവിടെ എത്തുന്നത്. കുട്ടിയുടെ ഇളയ സഹോദരനും ഒപ്പമുള്ളപ്പോഴായിരുന്നു സംഭവം. മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ കുട്ടികളെ പിന്നാലെ സ്കൂട്ടറിലെത്തി വീണ്ടും ഉപദ്രവിക്കാനും പ്രതി ശ്രമിച്ചു. പിന്നീട് മറ്റ് വഴികളിലൂടെ ഓടിയാണ് കുട്ടികൾ കൂടുതൽ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നീട് സക്കീർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും മുഹമ്മദ് അലി പറയുന്നു. അങ്ങനെ കുട്ടിക്ക് ഭയങ്കര പരിക്കാണ്. ഇതാ കാലിന് ഇതിൽ പൊട്ടുണ്ട്, കയ്യിന് ഇത് ഷോൾഡർ ഇളകിക്കണ്, ഇതവിടെ ഇതിൽ മുഖത്ത് പാട്, നാവിക്ക് ചവിട്ടിയിട്ടുള്ള ഇത് മൂത്രമൊഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ക്ഷീണം. കുട്ടിക്ക് നീച്ച് നിൽക്കാൻ നല്ലപോലെ നടക്കാൻ വരെ കഴിയാത്ത കോലത്തിലാണ്. അപ്പോൾ പോലീസ് ഇതിന് തക്കതമായ നടപടി നമുക്ക് എടുത്തു തരണം. പോലീസ് കേസെടുത്ത വകുപ്പൊക്കെ ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് എടുത്തിക്കണമെന്ന് പറഞ്ഞ്. പോക്സ് ചെറിയ കുട്ടിയാണ്, 13 വയസ്സ് കുട്ടിയാണ്. ഈ കുട്ടിനെ ഈ കോലത്തിലവൻ ആക്രമിച്ചാൽ നാളെ വേറെ കുട്ടികളെയും പോയി ആക്രമിക്കും. കാലിനും തോളെല്ലിനും പരിക്കേറ്റ കുട്ടിക്ക് മൂത്രവിസർജനം നടത്താനും ബുദ്ധിമുട്ടുണ്ട്. നിലവിൽ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അന്ന് തന്നെ പരാതി നൽകിയിട്ടും പോലീസ് വേണ്ടത്ര ഗൗരവം നൽകിയില്ലെന്നും സംഭവ ദിവസം മൊഴിയെടുത്തില്ലെന്നും മുഹമ്മദ് അലി ആരോപിക്കുന്നു. ഗുരുതര വകുപ്പുകൾ ചുമത്താതെയാണ് കേസെടുത്തത്. മകന് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. സംഭവം അന്വേഷിച്ചു വരികയാണെന്ന പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരൂർ. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനം ഇന്ത്യയിലെത്തിച്ച് വിൽപ്പന നടത്തിയ കേസിൽ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. വാഹന തട്ടിപ്പിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായാണ് ഇഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ. കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത കാറിന്റെ RC ബുക്കടക്കം വ്യാജമാണെന്ന് കണ്ടെത്തി. ഇതോടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയ വാഹനങ്ങൾ സംസ്ഥാനം വിടാതിരിക്കാൻ അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും കസ്റ്റംസിന്റെ നിർദ്ദേശമുണ്ട്. കേസിൽ നടൻ അമിത് ചക്കാലക്കലിനെ വീണ്ടും ചോദ്യം ചെയ്യാനും ഒരുങ്ങുകയാണ് കസ്റ്റംസ്. ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ നടപടികൾ കർശനമാക്കി അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് നീങ്ങുകയാണ്. വാഹന തട്ടിപ്പിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായാണ് ഇഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഇതോടെ ECIR ഉടൻ രജിസ്റ്റർ ചെയ്യും. ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന പല വാഹനങ്ങളുടെയും എഞ്ചിൻ നമ്പർ വരെ മാറ്റിയിട്ടുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് കസ്റ്റംസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത ടൊയോട്ട ലാൻഡ് ക്രൂയിസർ ഓപ്പറേഷൻ നുഗ്മോറിൽ നിർണായകമാകും. അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷനുള്ള ഈ വാഹനം മാത്രമാണ് ആദ്യ ഉടമയുടേതായിട്ടുള്ളത്. കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾക്കും പെയിന്റ് മാറ്റാനുമായി കയറ്റിയതായിരുന്നു ഈ വാഹനം. ബുധനാഴ്ച വൈകിട്ട് കസ്റ്റഡിയിലെടുത്ത വാഹനത്തിന്റെ രജിസ്ട്രേഷൻ രേഖകൾ RTOയുടെ സഹായത്തോടെ കസ്റ്റംസ് പരിശോധിച്ചിരുന്നു. അതോടെയാണ് RC ബുക്ക് അടക്കം വ്യാജമാണെന്ന് വ്യക്തമായത്. 1999 മോഡൽ ക്രൂയിസർ 2012 അരുണാചലിൽ രജിസ്റ്റർ ചെയ്തതാണെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഉടമ അസം സ്വദേശിയായ മഹിൻ അൻസാരി. എന്നാൽ ഈ വിലാസത്തിലുള്ള ആളെ കണ്ടെത്താൻ കഴിയാതായതോടെ കസ്റ്റംസ് എഞ്ചിൻ നമ്പർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ മൂവാറ്റുപുഴ സ്വദേശിയുടേതാണ് കാറെന്ന് തെളിഞ്ഞു. ഇയാളെ കസ്റ്റംസ് ഉടൻ ചോദ്യം ചെയ്യും. ഈ കാർ കേരളത്തിലെത്തിയ വഴി കണ്ടെത്തിയാൽ നിലവിലുള്ള റാക്കറ്റിനെ പൂട്ടാൻ കഴിയുമെന്നാണ് കസ്റ്റംസ് വൃത്തങ്ങൾ പറയുന്നത്. ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതെന്ന് കരുതുന്നവയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള 38 വാഹനങ്ങൾ മാത്രമാണ്. പിടിച്ചെടുത്ത മറ്റു വാഹനങ്ങളെല്ലാം പലകുറി കൈമറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഏതോ ഘട്ടത്തിൽ ഇടനിലക്കാർ തട്ടിപ്പ് നടത്തി രേഖകളടക്കം വ്യാജമായി ഉണ്ടാക്കിയിട്ടുണ്ടാകും. നിലവിൽ വാഹനം സ്വന്തമാക്കിയിട്ടുള്ളവർ ഇക്കാര്യം അറിഞ്ഞിരിക്കണമെന്നുമില്ല. അതേസമയം കേസിൽ നടൻ അമിത് ചക്കാലക്കൽ കസ്റ്റംസിന് മുന്നിൽ വീണ്ടും ഹാജരായി രേഖകൾ സമർപ്പിച്ചു. ഇതാ പരിശോധിച്ച ശേഷം അമിതിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം. ഇയാളുടെ റഫറൻസിൽ ഗ്യാരേജിൽ വന്ന വാഹനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇത് അമിത് ഇടനിലക്കാരനായി വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചതാണെന്ന സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കോയമ്പത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആഡംബര വാഹനങ്ങളുടെ ഇടനിലക്കാരുമായുള്ള അമിതിന്റെ ബന്ധവും അന്വേഷിക്കുകയാണ്. താരങ്ങൾക്കടക്കം വാഹനങ്ങൾ എത്തിച്ചു നൽകുന്നത് അമിത് കൂടി അറിഞ്ഞുകൊണ്ടുള്ളതാണെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. മനുഷ്യജീവന്റെ വില ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ അവരുടെ ഇടപെടലുകൾ ജാഗ്രതയോടെ വേണം. കോഴിക്കോട്
പൊതുനിരത്തിൽ ഡോക്ടറുടെ അശ്രദ്ധ ഒരാളുടെ ജീവനെടുത്ത സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വാഹനമിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ കാർ ഓടിച്ച ഡോക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. താനൂർ സ്വദേശി ഡോക്ടർ റിയാസിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അപകടകരമായ ഡ്രൈവിംഗ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. സീബ്ര ക്രോസിംഗ് വഴി നടന്നുപോയവരെ വാഹനമിടിച്ച് തെറിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അപകടത്തിൽ ഒരു സ്ത്രീക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് RP മാളിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം. അപകടത്തിൽ കാൽനട യാത്രക്കാരനായ ഉള്ളിയേരി സ്വദേശി 72-കാരനായ ഗോപാലൻ മരിച്ചു. കാറിടിച്ച് ഒരു സ്ത്രീക്കും പരിക്കേറ്റു. തലയ്ക്ക് പരിക്കേറ്റ അജിതയാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. രാവിലെ 6:30യോടെ സീബ്ര ക്രോസിംഗ് വഴി നടന്നുപോയവരെയാണ് അമിത വേഗത്തിലെത്തിയ വാഹനമിടിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. കാർ ഓടിച്ച മലപ്പുറം താനൂർ സ്വദേശി ഡോക്ടർ NP റിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അപകടകരമായ ഡ്രൈവിംഗ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതടക്കം പോലീസ് പരിശോധിക്കും. ന്യൂസ് 18 കോഴിക്കോട്. ജ്വല്ലറികളിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തി മോഷണം നടത്തുന്ന ബിരുദന്മാരുണ്ട്. അവർ സ്വർണവുമായി കടന്നു കളഞ്ഞ ശേഷമാകും ജ്വല്ലറി ഉടമയും ജീവനക്കാരും കാര്യമറിയുക. കൊല്ലം കൊട്ടിയത്ത് ജ്വല്ലറിയിൽ നിന്ന് സ്വർണം കവർന്നത് മോതിരം വാങ്ങാനെന്ന് പറഞ്ഞെത്തിയ യുവാവാണ്. ജീവനക്കാരെ തന്ത്രപൂർവ്വം കബളിപ്പിച്ച് സ്വർണ്ണമോതിരം കവരുകയായിരുന്നു. മോഷണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച രാവിലെ ശ്രീകൃഷ്ണ ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. മോതിരം വാങ്ങാനാണെന്ന് പറഞ്ഞ് കടയിലെത്തിയ യുവാവ് ജീവനക്കാരോട് വിവിധ മോഡലുകൾ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് നിരത്തിവെച്ച മോതിരങ്ങൾ നോക്കി ഒന്നും ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ യുവാവ് പുറത്തേക്ക് നടന്നു. പിന്നീട് ബോക്സ് തിരികെ അലമാരയിൽ വെക്കുന്നതിനിടെ സ്വർണ്ണമോതിരത്തിന് പകരം മുക്കുപണ്ടം വെച്ചത് ജീവനക്കാർ കണ്ടെത്തുകയായിരുന്നു. ഉടനെ തന്നെ കട ഉടമ പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോൾ അതിൽ മോഷണം വ്യക്തമായിരുന്നു. ഇയാൾ മുൻപ് കടയിലെത്തുന്നതും മോതിരത്തിന്റെ ഡിസൈനുകൾ നോക്കിവെക്കുന്നതുമായ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. യുവാവിനെ തിരിച്ചറിയാനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി കൊട്ടിയം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. മലപ്പുറം കോട്ടക്കലിൽ വൻ ലഹരി വേട്ട. 10 ലക്ഷം രൂപ വിലമതിക്കുന്ന 136 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിലായി. 3 ഇടങ്ങളിലായി നടത്തിയ പരിശോധനയിലാണ് വൻ MDMA ശേഖരം പിടികൂടിയത്. വേങ്ങര സ്വദേശികളായ അരുൺ, റഫീഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ലഹരി മരുന്ന് വിൽപ്പനയിലൂടെ സമ്പാദിച്ച പണവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. മലപ്പുറം കോട്ടക്കലിനടുത്ത് ചെനക്കൽ, തോക്കാമ്പാറ, വേങ്ങര, വെട്ടുതോട് എന്നിവിടങ്ങളിലായി നടത്തിയ പരിശോധനയിലാണ് 136.965 ഗ്രാം MDMA-യുമായി വേങ്ങര സ്വദേശികളായ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വേങ്ങര ഊരകം സ്വദേശി അരുൺ, വെട്ടുതോട് സ്വദേശി റഫീഖ് എന്നിവരെയാണ് പോലീസും ഡാൻസ് ഓഫ് നർക്കോട്ടിക് സംഘവും ചേർന്ന് പിടികൂടിയത്. ചെനക്കലിലെ പെട്രോൾ പമ്പിന് സമീപമാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 22 ഗ്രാം MDMA-യുമായി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2022-ൽ 780 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു പിന്നാലെയാണ് അരുൺ വീണ്ടും പിടിയിലായത്. ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച 9,000 രൂപ, MDMA വിൽപ്പനയ്ക്കായി ഉപയോഗിച്ച ആഡംബര ബൈക്ക് എന്നിവ പോലീസ് കണ്ടെടുത്തു. കോട്ടക്കൽ രാജാസ് സ്കൂൾ റോഡിൽ തോക്കാംപാറയിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും MDMA വിൽപ്പന നടത്തുകയായിരുന്ന റഫീഖിൽ നിന്ന് 10.41 ഗ്രാം MDMA പിടികൂടി. ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച 22,600 രൂപയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. തുടർന്ന് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇരുവരുടെയും വീടുകളിൽ പരിശോധന നടത്തി കൂടുതൽ MDMA പിടികൂടിയത്. റഫീഖിന്റെ വീട്ടിൽ നിന്നും 104.55 ഗ്രാം MDMA-യും ഡിജിറ്റൽ ത്രാസും,
പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോളിത്തീൻ കവറുകളും ലഹരി ഉപയോഗത്തിനുള്ള 3 ഗ്ലാസ് ഫ്യൂമുകളും കണ്ടെടുത്തു. മലപ്പുറം ഡിവൈഎസ്പി KM ബൈജു, നാർക്കോട്ടിക്സ് ഡിവൈഎസ്പി സിബി NO എന്നിവരുടെ മേൽനോട്ടത്തിൽ കോട്ടക്കൽ ഇൻസ്പെക്ടർ സംഗീത് പുനത്തിൽ, മലപ്പുറം ഡാൻസ് ഓഫ് SIമാരായ യാസിർ AM, ജസ്റ്റിൻ KR എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഇടപാടുകൾ നടക്കുന്ന ജില്ലകളിലൊന്ന് കോഴിക്കോടാണ്. ഈ വർഷം മാത്രം അവിടെ നിന്ന് ലഹരി കേസുകളിൽ പിടിയിലായവരുടെ എണ്ണം കേട്ടാൽ ഞെട്ടും. 9 മാസത്തിനുള്ളിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 2000-ലധികം കേസുകൾ. പിടിയിലായവരിൽ 75% 30 വയസ്സിന് താഴെയുള്ളവരെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. നിരവധി കുട്ടികളാണ് ലഹരി വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയെത്തുന്നത്. രാസലഹരിയിൽ നിന്നും യുവതലമുറയെ മോചിപ്പിക്കാൻ പോലീസും എക്സൈസും കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. നിരവധി പ്രചാരണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നതാൽ ഇതിനിടയിലും ലഹരിമരുന്ന് കേസുകൾ വർദ്ധിക്കുന്നത് ആശങ്കയുയർത്തുന്നു. കോഴിക്കോട് ജില്ലയിൽ സിറ്റി റൂറൽ പരിധികളിലായി 2025 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ 2000-ലധികം കേസുകളാണ് NDPS ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളുടെ എണ്ണത്തിന് ആനുപാതികമായി പ്രതികളെയും പിടികൂടി. ലഹരി കേസുകളിൽ പിടിയിലായതിൽ 75% പ്രതികളും 30 വയസ്സിന് താഴെയുള്ളവരാണ്. ഇതിലേതാണ്ട് 500-ലധികം പേരുടെ പ്രായം 18-നും 20-നും ഇടയിലാണ്. മുൻപും സമാന കേസുകളിൽ പിടിയിലായവരും നിരവധിയാണ്. ആദ്യം ഉപയോഗത്തിലൂടെ ലഹരിയുടെ ലോകത്തിലേക്ക് കടക്കുന്ന കുട്ടികൾ പിന്നീട് കച്ചവടക്കാരായി മാറുകയാണ്. നിരവധി കുട്ടികളാണ് ലഹരി വിമുക്തി കേന്ദ്രങ്ങളിലും ചികിത്സ തേടിയെത്തുന്നത്. ലഹരി വിൽപ്പനയും ഉപയോഗവുമായി പിടിയിലാകുന്ന 18 വയസ്സിൽ താഴെയുള്ള പ്രതികളെ കേസിൽ ഉൾപ്പെടുത്താതെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് മാത്രം നൽകുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നിയമത്തിലെ ഇത്തരം പഴുതുകളും ലഹരി സംഘങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കുന്നു. കോഴിക്കോട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കുന്നു. KJ ഷൈനിനെതിരായ സൈബർ ആക്രമണ കേസിൽ KM ഷാജഹാൻ അറസ്റ്റിൽ. എറണാകുളം ചെങ്ങമനാട് SHO ആണ് തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം ആര്യനാട്ട് 69-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 26-കാരൻ റിമാൻഡിൽ. മത്സ്യക്കച്ചവടക്കാരനായ നജീമിനെയാണ് കാട്ടാക്കട കോടതി റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായതിനു പിന്നാലെ ഇയാൾ ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ ഇലാസ്റ്റിക് കൊണ്ട് കഴുത്തുമുറുക്കി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. കാറിൽ കടത്തുകയായിരുന്ന നിരോധിത ലഹരി വസ്തുക്കൾ തിരുവനന്തപുരം വെഞ്ഞാറുമൂട് പോലീസ് പിടികൂടി. തമിഴ്നാട്ടിൽ നിന്ന് വിതരണത്തിനായി കൊണ്ടുവന്ന 14 ചാക്ക് ലഹരി വസ്തുക്കളാണ് പിടിച്ചത്. കടക്കൽ സ്വദേശി റാഫിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മാരകമായ ലഹരി വസ്തുക്കളും പിടികൂടി. ഗ്രാമപഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് ടീമിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പും പോലീസും എക്സൈസും ചേർന്നാണ് പരിശോധന നടത്തിയത്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടി. കൊല്ലം സ്വദേശി തീവെട്ടി ബാബുവാണ് എംബേഡ് ഗ്രൗണ്ടിന് സമീപം പിടിയിലായത്. കണ്ണൂർ തിലാനൂരിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് മെത്താഫെറ്റമിനും ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തു. തിലാനൂരിലെ ജയേഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 3 ഗ്രാം മെത്താഫെറ്റമിനും 4 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തത്. കാമുകി തേച്ചിട്ട് പോയാലുള്ള അവസ്ഥ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഇത്തരം അനുഭവമുള്ള ചില ചെറുപ്പക്കാർ പിന്നെ ആത്മഹത്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവൾ ഇല്ലാത്ത ജീവിതം എനിക്ക് വേണ്ടെന്ന് പറയുന്ന യുവാക്കളെ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ 23-കാരൻ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന കാഴ്ചയാണിത്. നീ കയറി, നമുക്ക് പരിഹരിക്കാം, എന്തുണ്ടെങ്കിലും പരിഹരിക്കാം. എടാ അതിനല്ലേ പോലീസുള്ളേ, നീ കയറിയോ? വാക്കാണ്. ആ താഴെ മൊത്തം കമ്പിയാണ് കോൺക്രീറ്റിന്റെ. പോണ് ഞാൻ പേടിക്കണ്ട, വേറെ കുഴപ്പമില്ലടാ. ബാ ചേട്ടാ, നീ റെസ്റ്റ്. എന്നാൽ അവിടെ ഓടിയെത്തിയ 2 പോലീസുകാർ അവനെ മരണത്തിന് വിട്ടുകൊടുത്തില്ല.
ഉപദേശിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാമെന്നും കരയേണ്ടെന്നും പറഞ്ഞാണ് ആറ്റിങ്ങൽ SI ജിഷ്ണുവും ASI മുരളീധരൻ പിള്ളയും യുവാവിനെ ആശ്വസിപ്പിച്ചത്. എന്നാൽ സങ്കടം സഹിക്കാനാകാതെ അവൻ പൊട്ടിക്കരഞ്ഞു. ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾ പോലീസുകാരോട് പറഞ്ഞു. ഇങ്ങനെയുള്ള നന്മയുള്ള പോലീസുകാരെ കണ്ടതോടെ അവനും പോലീസ് ആകണമെന്ന് ആഗ്രഹം. ചെറുപ്പക്കാരുടെ ജീവിതം തകർക്കുന്ന കാക്കിയിട്ട ഗുണ്ടകളെ അല്ല ഈ നാടിന് വേണ്ടത്. ഇതുപോലെ യുവാക്കളെ ജീവിതത്തിലേക്ക് കരം പിടിച്ചു കയറ്റുന്ന നല്ലവരായ പോലീസുകാരെയാണ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.